ഈ സ്വത്തുക്കളെല്ലാം കണ്ണേട്ടന്റെ പേരിലാണെന്ന് അയാൾ ഒരിക്കൽ പറഞ്ഞതാ. എന്നാ മേൽനോട്ടവും സൈനിങ് അതോറിറ്റിയും മാത്രമേ ഉള്ളൂന്നാ ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടന്റെ അമ്മയൊക്കെ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ലാഭത്തിന്റെ ഒരു ഷെയർ ഉണ്ണിയേട്ടന് അവകാശപ്പെട്ടതല്ലേ? അല്ല, അത് കമലേശ്വർ എന്ന പേരില് ഒരു ട്രസ്റ്റ് ഉണ്ട്. അതിൽ ഞങ്ങളെല്ലാവരും അംഗങ്ങളാണ്. അവിടെ പക്ഷേ കണ്ണേട്ടനറിയാതെ ഒരു പൈസ പോലും ആർക്കും എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയാളുടെ മുമ്പിൽ കൈ നീട്ടണോ അല്ലേ? എനിക്കായിട്ട് മാസം ഒരു തുക സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. അത് സാലറി അല്ല, അയാള് തരുന്ന ഭിക്ഷയാ. ഈ കുടുംബം നടത്തുന്നത് പോലും അയാളുടെ പണം കൊണ്ടാ. അങ്ങനെയൊന്നും അല്ല കരുണേ. അങ്ങനെ അല്ലെങ്കിലേ ഉണ്ണിയേട്ടൻ അവൾക്ക് കിട്ടിയതിനേക്കാളും വിലപിടിപ്പുള്ള ഓർണമെന്റ്സ് എനിക്ക് തരണം. എന്റെ കഴുത്തി കിടന്ന് അത് തിളങ്ങണം. അതിന് ഉണ്ണിയേണ്ണെ കൊണ്ട് പറ്റുമോ? പറ്റും. ഞാൻ എന്റെ സ്വർണ്ണാഭരണങ്ങൾ തന്നിട്ട് അതിന് പകരം ഒരു നെക്ലേസ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ ഉണ്ണിയേട്ടൻ ചിലപ്പോ വാങ്ങിച്ചോണ്ട് വന്നിരിക്കും. അല്ലാതെ സ്വന്തം പൈസ എടുത്ത് ഉണ്ണിയേട്ടൻ എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുമെന്നാ ഞാൻ ചോദിച്ചത്. നോക്കട്ടെ, നീ ഇപ്പൊ കിടക്ക്. ഉണ്ണിയേട്ടൻ കിടക്ക്. എനിക്കിന്നിനി ഉറക്കം വരില്ല.